everybody in the house, see the boys are down. Moving close together just to catch that killer. Make no mistake, this is no thriller. Time won't heal the pain till they get him slain. We're talking, sing the story about the four real brothers. Brothers, 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 brothers. ഹായ് ഫ്രണ്ട്സ്, ടിയാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി പീരങ്കിയാണ്. അപ്പം പീരങ്കി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ തീ കൊണ്ട് പ്രവർത്തിക്കുന്ന പീരങ്കിയൊന്നുമല്ല. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഫില്ല് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പീരങ്കിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു എക്സ്പെരിമെൻറ്റ് കൂടിയാണിത്. അപ്പം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക, കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ CO2 ക്യാനൺ, നമ്മുടെ പീരങ്കി. ഇതിപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 3 ഇഞ്ചിൻ്റെ PVC ആണ്. അതുപോലെ അതിൻ്റെ ഒരു എൻഡ് ഗ്യാപ്പ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. സംഭവം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് നാളുമ്പോൾ ഒരു പാർട്ടി പോപ്പർ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐറ്റോ അതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ഇപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കുക. ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്തോട്ടൊരു കുപ്പി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുപ്പി ചാടിപ്പോവും. അപ്പോൾ കുപ്പി വരട്ടെ. അപ്പം കുപ്പി വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടോ നമ്മുടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാം. കണ്ടോ, ഇട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ഒരു എൻഡ് ക്യാപ്പ് ഇട്ടേക്കുന്ന കാരണം ഇതിവിടെ വന്നിങ്ങനെ തട്ടി നിൽക്കും. കണ്ടോ, താഴോട്ട് പോകത്തില്ല. ഇതിന് ശരിക്കും വർക്കിംഗ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശക്തമായിട്ടൊരു പ്രഷർ വരുവാണെങ്കിൽ ഇത് മുകളിലോട്ട് ഇങ്ങനെ ചാടും. കണ്ടോ, നമ്മൾ പ്രഷർ കൊടുത്തെങ്കിലേ ചാടത്തുള്ളൂ. പക്ഷേ ഇത് ഈ ബോട്ടിൽ നല്ല രീതിയിൽ ഇങ്ങനെ പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ഐറ്റങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഐറ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ബോട്ടിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട്, അതുപോലെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു ഷട്ടിൽ കോക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകും. ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നല്ലൊരു പ്രഷർ ഉണ്ടാകുമ്പം ഇത് നേരെ മണ്ടയ്ക്കോട്ട് പോകും. അത് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെ അകത്ത് നിന്ന് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് നേരെ മുകളിലോട്ട് പോകും. കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനകത്തിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കാനായിട്ട് നമ്മൾ ഇത് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഈ ബോട്ടിലിൻ്റെ ഈ എൻഡിലേക്ക് ഇത് നല്ല ശക്തിയായിട്ട് ഞാൻ അടച്ചു കൊടുക്കുക. കണ്ടോ, ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോവാം. കണ്ടോ, ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരെ വരത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷട്ടിൽ കോക്കിൻ്റെ അതിൻ്റെ ഈ ഒരു അളവുണ്ടല്ലോ, ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണേ. ഇത്രയും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ക്യാനൻ എടുത്തു, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ സിമ്പിളായിട്ട് ഇവൻ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ട് ഈ ബോട്ടിലേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ പോകണേ. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനകത്തിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. അപ്പം ബേക്കിംഗ് സോഡ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നേരെയും ഇട്ട് കൊടുക്കുമല്ല, ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ പൊതിഞ്ഞിട്ടാണ് ഇടാൻ പോകുന്നത്. പിന്നെ മടക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, നേരെ ഇങ്ങനെ നൂർത്ത് നമ്മുടെ ഈ കുപ്പിയിലേക്ക് ഇറക്കി കൊടുക്കുക. നമ്മൾ മൊത്തം ഇറക്കുന്നില്ല. ഇനി നമ്മുടെ ഷട്ടിൽ കോക്ക് ഉണ്ടല്ലോ, ഈ ഷട്ടിൽ കോക്ക് വെച്ച് ഇത് നല്ല ശക്തിയായിട്ട് നടക്കുവാണേ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പീരങ്കിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ബോട്ടിലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ ആ പീരങ്കി ഒന്ന് അടിപൊളിയായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പോകാം. ഇതിനായിട്ട് കണ്ടോ, ഞാനൊരു ചെറിയൊരു മരക്കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കെട്ടുകാമ്പി ആവശ്യമാണ്, പിന്നെ ഒരു പ്ലെയർ ആവശ്യമുണ്ട്, പിന്നെ കുറച്ച് ആണിയുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെന്ന് നോക്കാം. ഇത് നമ്മുടെ പീരങ്കിയുടെ ഒരു ചരിവ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തടി കഷ്ണത്തിൻ്റെ ഇവിടെ ഞാൻ ചെറിയൊരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ചരിഞ്ഞിരിക്കും. നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ആ ഒരു ചരിവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു പീസ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ കെട്ടുകമ്പി വെച്ചിട്ട് ഇത് മൊത്തം ഒന്ന് കെട്ടി കൊടുക്കാം. നമ്മുടെ പീരങ്കി സെറ്റായിട്ടുണ്ട്. നോക്കി, അടിപൊളിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പീരങ്കി അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നിറച്ച് വെച്ചിരിക്കുന്ന ഈ ബോട്ടിലുണ്ടല്ലോ, ഈ ബോട്ടിൽ ഇതിലേക്ക് ഇടാൻ പോകും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതുണ്ടോ, നമ്മുടെ വിനാഗിരി താഴെയാണ്, മുകളിൽ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ റിയാക്ഷൻ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് റിലീസാവും. അപ്പോൾ ഇത് നേരെ മണ്ടയ്ക്കോട്ട് ചാടും. അപ്പോൾ ഞാൻ ഇടാൻ പോവാണേ. ഇപ്പോൾ ഇവിടെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അടിപൊളിയായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ആദ്യമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓളും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ മറ്റു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്താവുന്ന ശുഭപ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.